വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും സംസാരമൊക്കെ കേട്ടിട്ട് ഇത് സ്വപ്നമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് സുസ്മിത സ്വന്തമായിട്ട് കയ്യിൽ നുള്ളിയൊക്കെ നോക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, ഇനിയിപ്പോൾ നമ്മൾ അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സുസ്മിതയുടെ കാര്യത്തിൽ ഇപ്പോൾ ആർക്കും ഒരു ചിന്തയുമില്ല, എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് നോക്കുന്നതെന്ന്. അന്നേരം ഇനിയിപ്പോൾ സുസ്മിതയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനിക്കാനുള്ളത് എന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം സുസ്മിതയുടെ കല്യാണം നടത്താമെന്ന് അമ്മ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു നീക്കുപോക്കും ഇപ്പോൾ നടക്കുന്നില്ലല്ലോ എന്ന്. അന്നേരം നല്ല പയ്യന്മാരൊന്നും കിട്ടാത്തത് കൊണ്ടല്ലേ കല്യാണം നടക്കാത്തത് എന്ന് ഭാമ പറയുമ്പോൾ രാഘവൻ നായർ പറയുന്നുണ്ട്, പയ്യന്മാരൊന്നും വരാത്തത് കൊണ്ടല്ല, അതിനുള്ള തടസ്സങ്ങളും കാണില്ലേ, അന്ന് വനമൂർത്തി ക്ഷേത്രത്തിൽ പോകാനായിട്ട് സിദ്ധം പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ പരിഹാരം നമ്മൾ ചെയ്യാനായിട്ട് നോക്കിയതല്ലേ, പക്ഷേ അതെങ്ങനെയാണ് മുടങ്ങിപ്പോയതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞ് ശാലിനിയെ ദേഷ്യത്തോടു കൂടി സത്യഭാമ നോക്കുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഓഹോ, പറഞ്ഞിപ്പോൾ അങ്ങോട്ടാണ് എത്തിച്ചിരിക്കുന്നത്, പരമദ്രോഹികൾ എന്നൊക്കെ വിഷ്ണുവിനെയും ശാലിനിയെയും കുറിച്ച് സുസ്മിത പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, അതന്ന് ശാരദാമ്മയെ പാമ്പ് കടിച്ചുകൊണ്ടല്ലേ ശാലിനിക്ക് പോകേണ്ടി വന്നതെന്ന്. അന്നേരം അതിൽ എനിക്ക് നന്നായിട്ട് ഖേദമുണ്ട് എന്ന് ശാലിനി പറയുകയാണ് അന്നത്തെ സംഭവത്തിൽ. അന്നേരം ഇവളുടെ ഈ ഖേദപ്രകടനം പോലും ഇപ്പോൾ എനിക്ക് ഒരു കള്ളമായിട്ടാണ് തോന്നുന്നത് എന്ന് ഭാമ പറയുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, എല്ലാ പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാം മറന്ന് നമ്മളിപ്പോൾ ഒരു മേശയുടെ മുമ്പിൽ സന്തോഷത്തോടു കൂടി ഒന്നിച്ചിരിക്കുകയല്ലേ, അപ്പോൾ സുസ്മിതയുള്ള എല്ലാം മറക്കണം എന്നല്ലേ നീ പറഞ്ഞത്, സുസ്മിതയെ സംശയിക്കാൻ പാടില്ല എന്നും പറയുന്നു. അപ്പോൾ പിന്നെ ശാലിനിയെ സംശയിക്കാൻ പാടില്ല, അത് നീ മറക്കണം എന്ന് രാഘവൻ നായർ പറയുകയാണ്. അവസാനം ഭാമ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ സുസ്മിതയുടെ വിവാഹം നടക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളീ പറയുന്നതെന്ന്. അന്നേരം വിഷ്ണു വീണ്ടും പറയുകയാണ്, അമ്മ മയിലാടുംകാവ് ദേവീക്ഷേത്രത്തിലെ മാംഗല്യ പൂജയെക്കുറിച്ച് കേട്ടിട്ടില്ലേ, ക്ഷിപ്രപ്രസാദിയായ ദേവിയാണ് അവിടുത്തെ. കല്യാണം കഴിക്കാത്ത കന്യകമാർ അവിടെ പോയി മാംഗല്യ പൂജ ചെയ്താൽ പെട്ടെന്ന് കല്യാണം നടക്കും എന്നാണ് വിശ്വാസം എന്ന് വിഷ്ണു അങ്ങ് തട്ടിവിടുകയാണ്. അന്നേരം ഓഹോ, ഇപ്പോൾ അങ്ങോട്ടാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് സുസ്മിത ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൽ അവസാനം വിവാഹിതരായ സുമംഗലിയും ഭർത്താവും ഉണ്ടല്ലോ, അപ്പോൾ അവർ മംഗലം കഴിക്കേണ്ട കുട്ടിക്ക് വേണ്ടി അങ്ങ് ഭർത്തൃപൂജ ചെയ്യണം എന്ന് വിഷ്ണു പറയുകയാണ്. അതിപ്പോൾ ഞാനും ശാലിനിയും കൂടി സുസ്മിതയ്ക്ക് വേണ്ടി ചെയ്യാം എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അപ്പോൾ അതിനിപ്പോൾ എന്നാണ് ചെയ്യേണ്ടത് എന്ന് ഭാമ ചോദിക്കുകയാണ്. അപ്പോൾ അത് എന്ന് ചെയ്യാമെന്നാണ് ഭാമ ചോദിക്കുന്നത്. അതിപ്പോൾ ഇന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം ഇന്ന് തന്നെയോ, അതിനിപ്പോൾ ഒരുക്കങ്ങളൊക്കെ വേണ്ടേന്ന് വിഷ്ണുവിനോട് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ക്ഷേത്ര കമ്മിറ്റിയിലുണ്ട്, അമ്മ ഒന്ന് സമ്മതം പറഞ്ഞാൽ മതി, ഒറ്റ ഫോൺ കോളുകളെ വേണ്ടുള്ളൂ, അദ്ദേഹം നമുക്കെല്ലാം ചെയ്തോളും, നമ്മളങ്ങ് ചെന്നാൽ മാത്രം മതി എന്ന് പറയുകയാണ്. അന്നേരം അപ്പോൾ ഇത് കെണി തന്നെ എന്ന് സുസ്മിത ഉറപ്പിക്കുകയാണ്. തുടർന്ന് എന്താ സുസ്മിത ഇന്ന് പോകാൻ പറ്റില്ലേ എന്ന് ഭാമ ചോദിക്കുകയാണ്. അന്നേരം അത് ആൻറ്റി എന്നും പറഞ്ഞ് സുസ്മിത എന്തോ മുടക്കം പറയാനായിട്ട് വരുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഇന്ന് പോകാൻ പറ്റില്ല എന്ന് സുസ്മിത പറഞ്ഞാൽ പിന്നെ അവൾക്ക് ഈ വിവാഹത്തിനൊന്നും താല്പര്യമില്ല എന്നാണ് അർത്ഥമെന്ന്. അന്നേരം ആരെയും മടുപ്പിക്കേണ്ട എന്ന് കരുതി സുസ്മിത സന്തോഷം അഭിനയിച്ച് പറയുന്നുണ്ട്, പോകാം ആൻറ്റി, ഇന്ന് തന്നെ പോകാമെന്ന്. അന്നേരം പ്ലാൻ വിജയിച്ച മട്ടിൽ നോക്കിച്ചിരിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും രാഘവൻ നായരും കൂടി. അന്നേരം പ്രീതിക്ക് എന്തൊക്കെയോ ഇത് കെണിയാണെന്നോ സുസ്മിതയെ കൊടുക്കാനുള്ള വഴിയാണെന്നൊക്കെ എന്തോ മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് ഇത്തവണ നീ പെട്ടുമോളെ എന്ന് സുസ്മിതയെ നോക്കി ശാലിനി മനസ്സിൽ കരുതുമ്പോൾ അതിന് മറുപടി പോലെ ഇതിൽ നിന്നും ഞാൻ ഊരും മോളെ എന്ന് സുസ്മിതയെ മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി രാജീവും ശാരികയും കൂടി വീട്ടിലേക്ക് വരികയാണ്. അന്നേരം ടാക്സിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാജീവ് ശാരികയുടെ തോളിൽ പിടിച്ചാണ് പയ്യെ നടക്കുന്നത്. തുടർന്ന് ഡ്രൈവർ ബാഗ് എടുത്ത് ഉമ്മറത്തേക്ക് വെച്ച ശേഷം അകത്തേക്ക് കയറാനായിട്ട് ഞാൻ സഹായിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വേണ്ടാന്ന് പറഞ്ഞ് കാശ് കൊടുത്ത് ശാരിക പറഞ്ഞു വിടുന്നുണ്ട്. തുടർന്ന് ശാരിക രാജീവിനോട് പറയുകയായിരുന്നു, ആ ഡ്രൈവറിന് അത് ചോദിക്കാനുള്ള ഒരു മനസാക്ഷിയെങ്കിലും ഉണ്ടായി, കൂടെ ഉണ്ടാകേണ്ട അമ്മയും അമ്മാവനും ഒക്കെ എവിടെ എന്ന് ശാരിക ചോദിക്കുകയാണ്. അന്നേരം അത് ഇഷ്ടപ്പെടാതെ രാജീവ് പറയുന്നുണ്ട്, ശാരിക എൻ്റെ കാല് ഒന്നാമത് മുറിഞ്ഞിരിക്കുകയാണ്, നീ എൻ്റെ മനസ്സും കൂടി മുറിവേൽപ്പിക്കരുത്, എനിക്കൊന്ന് ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. തുടർന്ന് രാജീവിനെ പതുക്കെ പിടിച്ച് ഉമ്മറത്തേക്ക് ഇരുത്തുകയാണ് ശാരിക. തുടർന്ന് രാജീവിൻ്റെ കാല് അവിടെ ഇരിക്കുന്ന ടീപ്പോയിൽ വെച്ച ശേഷം വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ചെറിയൊരു ചുളുചുളുപ്പ് എന്ന് പറഞ്ഞ് രാജീവ് അങ്ങ് ചാരിയിരിക്കുന്നുണ്ട്. അന്നേരം ശാരിക പറയുകയാണ്, ഞാനിത് ആഗ്രഹിച്ചതാണെന്ന്. അന്നേരം എന്താ എനിക്ക് വെട്ടുകൊള്ളുന്നതോ എന്ന് രാജീവ് തിരിച്ചു ചോദിക്കുമ്പോൾ, സാറ് സാറേ കളിയാക്കല്ലേ, എങ്കിൽ ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞ് ശാരിക തിരിഞ്ഞിരിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് പിണങ്ങാനും കൂട്ടുകൂടാനും താൻ മാത്രമല്ലേ ഉള്ളൂ, പറയടോ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാനും സാറും മാത്രമായിട്ട് ഈ വീട്ടിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, പിന്നെ നമ്മുടെ പ്രണയം മാത്രം, പിന്നെ
മുറ്റത്തെ നിറയെ ചെടികളും അതിലെ പൂക്കളും പൂമ്പാറ്റകളും എന്നൊക്കെ പറഞ്ഞ് കുറേ സാഹിത്യപരമായിട്ട് ശാരിക വിവരിക്കുന്നുണ്ട്. അന്നേരം കൊള്ളാമല്ലോ, തൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കവയത്രി ഉണ്ടല്ലോ, സമയം കിട്ടുമ്പോൾ ഇതൊന്ന് എഴുതി വെച്ചേക്കണേ, ഏതെങ്കിലും പൈങ്കിളി വാരികയിലൊക്കെ കൊടുക്കാമല്ലോ, താനൊരു പൈങ്കിളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് രാജീവ് കളിയാക്കുന്നുണ്ട്. അന്നേരം എല്ലാ പെണ്ണുങ്ങളുടെയും പ്രേമം ഇങ്ങനെ പൈങ്കിളി തന്നെയാണ്, ഇത്രയും വലുതായിട്ടും സാറിന് ഇതൊന്നും അറിയില്ലേ എന്നും പറഞ്ഞ് ശാരികയും തിരിച്ച് കളിയാക്കുന്നുണ്ട്. അന്നേരം എനിക്ക് താൻ ഒരാളുടെ അടുത്ത് മാത്രമുള്ള പരിചയമല്ലേ ഉള്ളൂ, വേണമെങ്കിൽ താൻ അനുവദിച്ചാൽ എന്നിങ്ങനെ പറയുമ്പോൾ മറ്റേ കാലം കൂടി ഞാൻ വെട്ടിയൊടിക്കും എന്നും പറഞ്ഞിട്ട് ശാരിക എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം വേണ്ടായേ എന്നും പറഞ്ഞ് തൊഴുകയാണ് രാജീവ്. തുടർന്ന് വീട് തുറക്കാനായിട്ട് താക്കോല് ശാരിക ഏൽപ്പിക്കുകയാണ് രാജീവ്. സ്പെയർ കീ ഉള്ളത് നന്നായി, അമ്മയും അമ്മാവനും ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് രാജീവ് പറയുമ്പോൾ വാതിൽ തുറക്കാനായിട്ട് ശാരി ഇങ്ങനെ പോകുമ്പോൾ വാതിലകത്തു നിന്നും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടി അമ്മാവനും കൂടി. തുടർന്ന് കോട്ടുവായൊക്കെ ഇട്ട് നിങ്ങളിത് എപ്പോൾ വന്നു എന്നും പറഞ്ഞ് അമ്മാവൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം അവരെ കണ്ട് ആകെ അന്തിച്ച് നിൽക്കുകയാണ് ശാരികയും രാജീവും. അമ്മയും അമ്മാവനും പോയില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒരു 18 ലക്ഷം രൂപ കിട്ടാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അതേത് വകുപ്പിൽ എന്ന് രാജീവ് ചോദിക്കുകയാണ്. അന്നേരം ജനിച്ചപ്പോഴേ നീ ഇങ്ങനെ പുസ്തകം പിടിച്ചുകൊണ്ട് കോളേജിൽ ലെക്ചറായിട്ട് പോവുകയല്ലായിരുന്നല്ലോ, നിന്നെ പഠിപ്പിച്ചതിനും കോളേജിൽ ഡൊണേഷൻ കൊടുത്തതിനും എല്ലാം കൂടി ഇത്രയും വേണമെന്ന് പറയുകയാണ്. അന്നേരം അതിന് ഇത്രയും രൂപ ചിലവായോ എന്ന് രാജീവ് തിരക്കുന്നുണ്ട്. അതെ, പലിശ എല്ലാം കൂടി ഇത്രയും വേണം, നിനക്ക് ഡൊണേഷൻ കൊടുക്കാനായിട്ട് തക്കലയിലെ വീടും ഭൂമിയും ഒക്കെ പണയം വെച്ച് നിനക്ക് ഓർമ്മയില്ലേ, ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യുമ്പോൾ അമ്മയും അമ്മാവനും കൂടി റോഡിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ അമ്മ റോഡിൽ കിടന്ന് പുഴുവരിച്ച് മരിച്ചാലും നിനക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ ഈ ഭാര്യ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് വിജയലക്ഷ്മി അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം അത് മൈൻഡ് ചെയ്യാതെ ശരി എനിക്കൊന്ന് കിടക്കണം, എന്നെ എഴുന്നേൽപ്പിക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് എഴുന്നേൽപ്പിക്കുമ്പോൾ നീ ഇതിനുള്ള സമാധാനം പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് വീണ്ടും വഴക്കിന് ചെല്ലുകയാണ് വിജയലക്ഷ്മി. അന്നേരം ആകെ ദേഷ്യപ്പെട്ട് രാജീവ് പറയുന്നുണ്ട്, തരാം, 18 ലക്ഷമല്ല, നിങ്ങൾ ചോദിക്കുന്ന അത്രയും രൂപയും ഞാൻ തരാം, ഇനിയിപ്പോൾ പ്രസവിച്ചതിനും താരാട്ട് പാടിയതിനും പാലൂട്ടി വളർത്തിയതിനും ഒക്കെയുള്ള കണക്കുണ്ടെങ്കിൽ എല്ലാം എഴുതി വെച്ചോ, ഈ ശരീരത്തിലെ മജ്ജയും മാംസവും കൂടി കൊടുത്തിട്ടാണെങ്കിലും രാജീവ് അതിനുള്ള കടം വീട്ടിയിരിക്കും എന്ന് പറഞ്ഞിട്ട് രാജീവ് അങ്ങ് പോകാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം അമ്മാവൻ പറയുകയാണ്, അപ്പോൾ അത് കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണുമെന്ന്. അന്നേരം ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി രാജീവ് അങ്ങ് ശാരികയുടെ ഒപ്പം അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് അവരങ്ങ് അകത്തേക്ക് പോകുമ്പോൾ കൃഷ്ണൻകുട്ടി അമ്മ വിജയലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, അവൾ എന്താ പറഞ്ഞത്, ആ ശാരിക പൂക്കളുടെ ഇക്കിളിയെന്നോ പ്രണയമെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അന്നേരം അവൾക്ക് നമ്മളില്ലാതെ അവൾ മാത്രമായിട്ടുള്ളൊരു വീട് വേണമല്ലേ, ഇനി എന്താണെന്ന് അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ശരിക്കുള്ള നരകം അവളെ ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എന്തോ ആലോചിച്ചുറപ്പിക്കുകയാണ് വിജയലക്ഷ്മി. തുടർന്ന് കാണിക്കുന്നത് മയിലാടുംകാവ് ദേവീക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ് വിഷ്ണുവും സത്യഭാമയും സുസ്മിതയും ശാലിനിയും പിന്നെ പ്രീതിയും കൂടി. അന്നേരം കാറിൽ ആകെ ടെൻഷനോട് കൂടിയാണ് സുസ്മിത ഇരിക്കുന്നത്. തുടർന്ന് ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന സത്യഭാമയോട് ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഇന്ന് തന്നെ മാംഗല്യവ്രതം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ എന്ന്. അന്നേരം എന്താന്ന് ദേഷ്യത്തോടെ ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇന്ന് തിങ്കളാഴ്ചയല്ലേ എന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, തിങ്കളാഴ്ചയാണ് സുസ്മിതയെ നല്ല കാര്യങ്ങൾക്കൊക്കെ ശുഭമായ മുഹൂർത്തമെന്ന്. അന്നേരം രാഹുകാലം എന്ന് പറഞ്ഞ് വീണ്ടും അടുത്ത തടസ്സം സുസ്മിത പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അന്നേരം രാഹുകാലം ഒക്കെ നോക്കിയതാണ്, നീ ഒന്ന് വന്നാൽ മതി എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ആ അടവ് നടക്കില്ല എന്ന് സുസ്മിതയ്ക്ക് മനസ്സിലാവുകയാണ്. അന്നേരം ഈ സുസ്മിതയുടെ മുഖഭാവം ഒക്കെ ഡ്രൈവറായ വിഷ്ണു ആ ഗ്ലാസ്സിലൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അല്ല സുസ്മിതയെ, ഈ മാംഗല്യപൂജ നടന്നാൽ ഉടനെ വിവാഹം നടക്കുമെന്നാണ്, ഇനിയിപ്പോൾ സുസ്മിതയ്ക്ക് വിവാഹത്തിന് താല്പര്യമില്ലാഞ്ഞിട്ടാണോ ഇതിന് തടസ്സം പറയുന്നത് എന്നൊക്കെ ഒന്ന് കളിയാക്കി ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് ഭയങ്കര ഉത്സാഹമാണ്, അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്ന് സുസ്മിത ഇങ്ങനെ ഒരുവിധം അഭിനയിച്ച് പറയുന്നുണ്ട്. അന്നേരം പ്രീതി അത് ശരിയായിരിക്കുകയാണ്, ശരിയാണ്, സുസ്മിതയുടെ അകത്തുള്ളത് നമ്മൾ ആരും തിരിച്ചറിയുന്നില്ലേന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് സുസ്മിതയെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പ്രീതി നോക്കുന്നുണ്ട്. കല്യാണം നടക്കാത്തത് കൊണ്ട് സുസ്മിതയ്ക്ക് ആകെ എങ്ങ് സങ്കടമാണ് എന്ന് പ്രീതി കളിയാക്കി പറയുമ്പോൾ അതെ അതെ പ്രീതി പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് സുസ്മിത പറയുന്നുണ്ട്. അന്നേരം മോള് വിഷമിക്കുകയൊന്നും വേണ്ട, ഇന്ന് മോളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, പടിപൂജ ചെയ്ത് നമുക്ക് മാംഗല്യ വ്രതം ആരംഭിക്കാം എന്ന് ഭാമ പറയുകയാണ്. അന്നേരം സുസ്മിത മനസ്സിൽ പറയുകയാണ്, ആ ഇരിക്കുന്ന വിഷ്ണുവേട്ടനെ കൊണ്ട് എന്നെ കെട്ടിച്ചേക്കാൻറ്റി, എങ്കിൽ പിന്നെ ഏത് വ്രതവും ഞാൻ എടുത്തേക്കാമെന്ന്. എന്നിട്ട് അങ്ങ് വളരെ ഒരു പ്രേമത്തോടു കൂടി വിഷ്ണുവിനെ സുസ്മിത നന്നായിട്ട് നോക്കുന്നുണ്ട്. അതേസമയം അമ്പലത്തിൽ രോഹിത എത്തിക്കഴിഞ്ഞിരുന്നു. ഒരുക്കങ്ങളിലൊക്കെ ആയല്ലോ തിരുമേനി എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ആയിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ ആളെത്തിയാൽ മതി എന്ന് തിരുമേനി പറയുന്നുണ്ട്.
തുടർന്ന് സുസ്മിത അമ്പലത്തിന് താഴെ എത്തുമ്പോൾ പടിപൂജ ആരംഭിക്കുകയാണ്. അന്നേരം മഞ്ഞളും കുങ്കുമവും ഒക്കെ ഓരോ പടിയിലും തൊടുകയാണ്. അന്നേരം നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്നൊക്കെ സത്യഭാമ പറയുന്നുണ്ട്. അന്നേരം പടിപൂജ ഒരു ഒലക്ക നിങ്ങളുടെയൊക്കെ മണ്ടയൊക്കെ തലയടിച്ച് പൊട്ടിക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് സുസ്മിത ഓരോ പടിയിലും മഞ്ഞളും സിന്ദൂരവും ഒക്കെ തൊടുന്നത്. തുടർന്ന് ഓരോ പടിയും ഇങ്ങനെ സിന്ദൂരമൊക്കെ തൊട്ട് മുകളിലേക്ക് കയറുകയാണ് സുസ്മിത. അന്നേരം വിഷ്ണുവിനോട് ശാലിനി പറയുന്നുണ്ട്, രോഹിത് എന്തായാലും അമ്പലത്തിനകത്ത് കാണില്ലേ, ഈ പടികളെല്ലാം പൂജ ചെയ്യാതെ അവൾക്ക് ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോകാനായിട്ട് കഴിയില്ല. ഇപ്പോൾ തന്നെ പ്രീതിയും സത്യാമ്മയും പിന്നെ നമ്മളും ഒക്കെ ഉണ്ടല്ലോ. രോഹിത് ഇപ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അവളുടെ മുഖം മൂടി ഇവിടെ തന്നെ അഴിഞ്ഞു വീഴണം. ഈ പടികെട്ടുകളുടെ താഴേക്ക് ആവട്ടെ അവരുടെ പതനം. വിളിക്ക് വിഷ്ണുവേട്ടാ രോഹിത്തിനെ എന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുകയാണ്. തുടർന്ന് വിഷ്ണു രോഹിത്തിനെ വിളിച്ചിട്ട് നമ്മളിവിടെ അമ്പലത്തിന് താഴെ പടിപൂജ ചെയ്യുകയാണ്, ഇങ്ങോട്ടൊന്ന് വരാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ശരി ബ്രോ ഞാൻ വരാമെന്ന് പറയുകയാണ് രോഹിത്. ഇതേ സമയം പൂജ ചെയ്യുന്ന സുസ്മിതയ്ക്ക് നടുവൊക്കെ വേദനിക്കുന്നുണ്ട്. ശബരിമല കയറ്റം ഇതിനേക്കാൾ എളുപ്പമായിരുന്നല്ലോ എന്നൊക്കെ സുസ്മിത ചിന്തിക്കുമ്പോൾ എന്താ മോളെ ക്ഷീണിച്ചോ എന്ന് ഭാമ തിരക്കുന്നുണ്ട്. അന്നേരം ഇല്ല ആൻറ്റി നല്ല സുഖമുണ്ട് എന്ന് സുസ്മിത പറയുമ്പോൾ ആഹാ എങ്കിൽ പിന്നെ നീ എന്നും വന്ന് ഇവിടെ പടിപൂജ ചെയ്തോ, അപ്പോൾ ഫലം ഇരട്ടിയായിട്ട് കിട്ടും എന്ന് പറഞ്ഞ് പ്രീതി കളിയാക്കുന്നുണ്ട്. അന്നേരം അത്രയ്ക്കുള്ള സുഖമൊന്നും എനിക്ക് വേണ്ട എന്ന് സുസ്മിത പറയുമ്പോൾ അങ്ങ് ചിരിക്കുകയാണ് സത്യഭാമ. തുടർന്ന് രോഹിത് ആ പടിക്കെട്ടിൽ നിന്നും മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം ബാക്കിൽ നിൽക്കുന്ന വിഷ്ണു ഇങ്ങനെ കൈയെടുത്ത് കാണിക്കുന്നുണ്ട്. അന്നേരം രോഹിത്തും കൈയെടുത്ത് കാണിക്കുകയാണ്. തുടർന്ന് പെട്ടെന്ന് സുസ്മിത രോഹിത്തിനെ കാണുന്നുണ്ട്. ആകെ അന്തം വിടുന്ന സുസ്മിത പെട്ടെന്ന് കയ്യിലിരിക്കുന്ന മഞ്ഞൾ മുഴുവൻ മുഖത്തേക്ക് പൂശുന്നുണ്ട്. അന്നേരം സുസ്മിതയെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. മുഖം മുഴുവൻ മഞ്ഞൾ പൂശിയിരിക്കുകയാണ്. എന്നിട്ട് സുസ്മിത മുടിയൊക്കെ ഒന്ന് പിരുത്തിട്ട് ഭാമയുടെ പിറകിലേക്ക് നിൽക്കുകയാണ്. അന്നേരം മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന രോഹിത് സുസ്മിതയെ ശ്രദ്ധിക്കുന്നുമില്ല, കാണുന്നുമില്ല. അന്നേരം ആകെ ഇല്ലാതാവുകയാണ് വിഷ്ണുവും ശാലിനിയും കൂടി. തുടർന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്ന് എന്താ ബ്രോ എന്താ വിളിച്ചത് എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്. ഇല്ല താമരമൊട്ട് കുറച്ചുകൂടി വേണമായിരുന്നു, വാങ്ങാൻ മറന്നുപോയി എന്ന് വിഷ്ണു ഒരുവിധം പറയുന്നുണ്ട്. അന്നേരം അതിനെന്താ ഞാൻ വാങ്ങിക്കൊണ്ട് വരാം എന്ന് രോഹിത് പറയുന്നുണ്ട്. അന്നേരം സുസ്മിതയെ രോഹിത് ശ്രദ്ധിച്ചുമില്ല, സുസ്മിതയെ കണ്ടുമില്ല. തുടർന്ന് വിഷ്ണു പൈസ കൊടുക്കുമ്പോൾ അത് വാങ്ങാനായിട്ട് രോഹിത് പോവുകയാണ്. തുടർന്ന് ആകെ നിരാശനായിട്ട് വിഷ്ണു പറയുകയാണ്, നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റുകയാണല്ലോ ശാലിനി. രോഹിത് അത്ര അടുത്ത് ഇടപഴകിയ സുസ്മിത ആയിരുന്നെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ തിരിച്ചറിയുമായിരുന്നില്ലേ എന്ന്. നമ്മുടെ സുസ്മിതയല്ല അവൻ അന്വേഷിക്കുന്നത് എന്നിങ്ങനെ വിഷ്ണു നിരാശനായിട്ട് പറയുമ്പോൾ ഉടനെ അവൾക്കൊരു തിരിച്ചടി കിട്ടും വിഷ്ണുവേട്ടൻ വിഷമിക്കണ്ട അങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നു എന്ന് ശാലിനി വിഷ്ണുവിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ വെറും കല്ലായിരിക്കണം ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിരിക്കുന്ന ദേവി എന്ന് ആകെ കടുപ്പിച്ച് ശാലിനി ഇങ്ങനെ പറയുകയാണ്. പിന്നീട് ദേവിയുടെ ശ്രീകോവിലും കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക്